നമസ്കാരം. റെക്സ് ടി ബാർബർ എന്ന ഒരു ഫൈറ്റർ പൈലറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അത് അമേരിക്കയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജപ്പാൻകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു പേര് കൂടിയാണ് റെക്സ് ടി ബാർബർ. റെക്സ് ടി ബാർബർ മാത്രമല്ല, ലാൻസ്ഫിയർ എന്ന് പറയുന്നതായ ഒരു ഫൈറ്റർ പൈലറ്റ് ഇതിനോട് ചേർത്ത് പറയേണ്ടതായിരിക്കുന്ന ഒന്നാണ്. ഇവർ രണ്ടുപേരും പറത്തിയിരുന്ന P-38 ലോക്ക്ഹീഡ് ലൈറ്റ്നിങ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കൊണ്ടാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഇന്നും മാറാത്ത മുറിവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരാക്രമണം. അത് 1941 ഡിസംബർ 7 സംഭവിച്ച പേൾ ഹാർബർ അറ്റാക്ക്. അതുവരെയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉൾപ്പെടാതെ ഇരുന്നതായ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് കാരണമായി എന്നുള്ളതാണ്. ഈ പേൾ ഹാർബർ അറ്റാക്കിൽ സംഭവിച്ച ദുരന്തം ഏതാണ്ട് 2500-നടുത്ത് ആൾക്കാരവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 188 എയർക്രാഫ്റ്റ് അത് നശിപ്പിക്കപ്പെട്ടു. ഏതാണ്ട് 159ഓളം അത് ഭാഗികമായിട്ട് തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അമേരിക്കയുടെ 4 ബാറ്റിൽഷിപ്പാണ് അന്ന് ജപ്പാൻ കയറി അടിച്ച് മുക്കിക്കളഞ്ഞത്. ഈ പേൾ ഹാർബർ അറ്റാക്കിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ജപ്പാനീസ് നേവിയുടെ തലപ്പത്തിരുന്നതായിരിക്കുന്ന കമാൻഡർ അഡ്മിറൽ ആയിരുന്ന ഇസുറോക്കു യാമാമോട്ടോ എന്ന് പറയുന്ന ഒരു ബുദ്ധികേന്ദ്രകാരൻ. അദ്ദേഹം അമേരിക്കയിലെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വ്യക്തിയാണ്. അവിടെ പഠിച്ചതിലൂടെ അമേരിക്കയെ നന്നായിട്ട് മനസ്സിലാക്കിയ ഇദ്ദേഹം ജപ്പാന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, അമേരിക്കയുമായിട്ട് ഒരു ദീർഘനാളത്തെ യുദ്ധം ഒരിക്കലും ജപ്പാന് ശുഭമാകുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ വ്യക്തി തന്നെ പിന്നീട് ജപ്പാനീസ് ഇമ്പീരിയൽ നേവിയുടെ തലപ്പത്ത് വന്നപ്പോഴേക്കും പേൾ ഹാർബറിനെ ആക്രമിക്കാനായിട്ട് തുനിയുകയായിരുന്നു. ഇസുറോക്കു യാമാമോട്ടോയെ ഇല്ലാതാക്കാൻ വകവരുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വെഞ്ചിയൻസ് എന്ന് പറയുന്നത്. അത് 1943 ഏപ്രിൽ 18 നടന്നത്. ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഈ റെക്സ് ബാർബറാണ് G4M ബോംബറിലെ പറന്നിരുന്ന ഇസുറോക്കു യാമാമോട്ടോയെ വെടിവെച്ച് താഴെയിട്ടത്. 2 G4M ബെറ്റി ബോംബേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബോഗൻവില്ലയുടെ അടുത്തായിട്ടുള്ള ബലാലെ എന്ന് പറയുന്ന ചെറിയ ദ്വീപിലേക്ക് പറക്കുകയായിരുന്നു യാമാമോട്ടോ. മിത്സുബിഷി G4M ബോംബറിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. സോളമൻ ഐലൻഡിലും ന്യൂഗിനിയയിലുമുള്ള ജപ്പാനീസ് എയർ യൂണിറ്റ്സിനെ ശക്തിപ്പെടുത്തുക, അവർക്ക് പ്രചോദനം കൊടുക്കുക, അവരെ അടുത്ത ഓപ്പറേഷനായിട്ട് ഉത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇൻസ്പെക്ഷനായിട്ട് ഇറങ്ങുന്നത്. ആ ഇൻസ്പെക്ഷൻ്റെ രഹസ്യ കോഡ് അമേരിക്ക ഡീകോഡ് ചെയ്യുകയും അങ്ങനെ ഇൻസ്പെക്ഷനായിട്ട് ഇറങ്ങുന്ന യാമാമോട്ടോയെ ആകാശത്ത് വെച്ച് തന്നെ തീപ്പന്തമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്ക പ്ലാൻ ചെയ്ത ഒരു കെണിയായിരുന്നു 1943 ഏപ്രിൽ 18 നടന്ന ഓപ്പറേഷൻ വെഞ്ചിയൻസ് എന്ന് പറയുന്നത്. അത് യാമാമോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അവർ കാത്തുവെച്ചതായിരുന്നു. പേൾ ഹാർബറിൻ്റെ പ്രതികാരം. പേൾ ഹാർബർ കൊണ്ട് നിർത്തുവാനായിട്ട് ജപ്പാൻ തയ്യാറല്ലായിരുന്നു. ജപ്പാൻ 1942 അമേരിക്കയ്ക്കെതിരായിട്ട് മറ്റൊരു ഓപ്പറേഷൻ സംഘടിപ്പിച്ചിരുന്നു. അതാണ് ഓപ്പറേഷൻ മിഡ്വേ എന്ന് പറയുന്നത്. അമേരിക്കയ്ക്കും ജപ്പാനും ഇടയിലുള്ള മഹാസമുദ്രമാണ് പസഫിക് എന്ന് പറയുന്നത്. ആ പസഫിക്കിലെ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഐലൻഡാണ് മിഡ്വേ അറ്റോൾ എന്ന് പറയുന്നത്. അത് പിടിച്ചെടുക്കാനായിട്ട് ജപ്പാൻ നടത്തിയ ആക്രമണവും അതിൻ്റെ പ്രത്യാക്രമണവുമായിരുന്നു മിഡ്വേ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മിഡ്വേ ഓപ്പറേഷനും ഇതേപോലെ തന്നെ അവരുടെ രഹസ്യ കോഡുകൾ അമേരിക്ക ഡീകോഡ് ചെയ്ത് അവരുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ജപ്പാനെ അതിൽ പരാജയപ്പെടുത്തുവാനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിലൂടെ ജപ്പാൻ ലക്ഷ്യം വെച്ചതായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പസഫിക്കിലുള്ള അധീശത്വം ഇല്ലാതായി എന്നതിന് വേണ്ടി ജപ്പാൻ നടത്തിയ ഒരു സാഹസമായിരുന്നു മിഡ്വേ ഓപ്പറേഷനും അതുപോലെ തന്നെ അതുക്ക് മുമ്പ് നടന്ന പേൾ ഹാർബർ ആക്രമണം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയുള്ള ഒരു പ്രതികാരമായിരുന്നു ഓപ്പറേഷൻ വെഞ്ചിയൻസിലൂടെ അമേരിക്ക തിരിച്ചടിച്ചത്. യാമാമോട്ടോ സഞ്ചരിച്ചിരുന്ന ബോംബറെ അടിച്ചു വീഴ്ത്താനായിട്ട് അമേരിക്ക ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഏതാണ്ട് 435 മൈൽ ദൂരം ഉണ്ടായിരുന്നു. അത്രയും ദൂരം പറക്കുവാനായിട്ടുള്ള ഇന്ധനശേഷി P-38 ലോക്ക്ഹീഡ് ലൈറ്റ്നിങ്ങിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈ P-38 ലൈറ്റ്നിങ്ങിൻ്റെ എക്സ്ട്രാ ടാങ്കുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിലെ ഇന്ധനശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ 435 മൈൽ ദൂരം സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. 18 വിമാനങ്ങളാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത്. അതിൽ 4 കിൽ ഫ്ലൈറ്റുകളായിരുന്നു. യാമാമോട്ടോയുടെ വരവും കാത്തിരുന്നു.
6500 അടി ഉയരത്തിൽ മിസ്തുബുഷി G4M ബോംബർ പറക്കുകയാണ്. 2 ബോംബേഴ്സ് ഉണ്ട്. അതിലൊരു ബോംബറിൻ്റെ അകത്താണ് ഇസറോക്കി യാമാമോട്ടോ ഇരിക്കുന്നത്. എന്നാൽ ഈ ബോംബറുകൾ താഴെ പറക്കുന്നതായിരിക്കുന്ന അമേരിക്കൻ ഫൈറ്ററുകളെ കണ്ടു എന്നുള്ളതാണ്. അതിനുശേഷം ആ ബോംബറുകൾ വെറുതെ ഇരുന്നില്ല, പെട്ടെന്ന് ഒരു പ്രത്യാക്രമണം തുടങ്ങി. ആ പ്രത്യാക്രമണത്തിലെ 4 കിൽ ഫ്ലൈറ്റുകളിലെ ഒരെണ്ണത്തിന് വെടിയേൽക്കുകയും ഒരെണ്ണം താഴെ പോവുകയും ചെയ്തു. ഒരെണ്ണത്തിന് സാങ്കേതികമായ തകരാറുണ്ടായി. കാരണം അതിൻ്റെ എക്സ്ട്രാ ടാങ്ക് അതിന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റാതെ വരികയും ആ ആവശ്യ സമയത്ത് ആ ഡോഗ് ഫൈറ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവശേഷിച്ചതാകട്ടെ 2 കിൽ ഫ്ലൈറ്റുകളാണ്. ആ ഫ്ലൈറ്റുകൾ പറത്തിയിരുന്നത് ഒന്ന് റെക്സ് ബാർബറും ഒന്ന് ലാൻഫിയറുമാണ്. ഇവർ രണ്ടുപേരും ഈ G4M ബോംബറിനെ ലക്ഷ്യമാക്കി തുരുതുരാ വെടിയുതിർത്തു. അതിൽ ഏതോ ഒരു ഫൈറ്ററിൻ്റെ വെടിയേറ്റ് G4M ബോംബർ താഴെ വീഴുകയായിരുന്നു. ആരാണ് യാമാമോട്ടോയെ വധിച്ചത്, അല്ലെങ്കിൽ യാമാമോട്ടോ സഞ്ചരിച്ചിരുന്ന ആ ബോംബറെ വെടിവെച്ച് താഴെയിട്ടത് ആരാണ് എന്നുള്ള തർക്കങ്ങളുണ്ടായി. ലാൻഫിയർ പറഞ്ഞു താനാണ്, താൻ്റെ വെടിയേറ്റിട്ടാണ് ആ ബോംബർ താഴെ പോയത്. എന്നാൽ റെക്സ് ടി ബാർബർ പറഞ്ഞു അല്ല, എൻ്റെ വെടിയേറ്റിട്ടാണ്, ഞാൻ പറത്തിയ ഫൈറ്ററിൽ നിന്നുള്ള വെടിയാണ് അത് താഴെ വീഴാനായിട്ട് കാരണമായത്. എന്നാൽ അമേരിക്കൻ ഭരണകൂടം ഇവർക്ക് 2 പേർക്കും ഒരുമിച്ച് തുല്യ ക്രെഡിറ്റാണ് കൊടുത്തത്. എന്നാൽ ഈ തുല്യ ക്രെഡിറ്റിൽ സംതൃപ്തനാകാനായിട്ട് റെക്സ് ബാർബർ തയ്യാറല്ലായിരുന്നു. റെക്സ് ബാർബറിന് ഏതാണ്ട് ഉറപ്പായിരുന്നു തൻ്റെ എയർക്രാഫ്റ്റിൽ നിന്നുള്ള വെടിയേറ്റിട്ടാണ് ഈ ബോംബർ താഴെ പോയത്. അതുകൊണ്ട് യാമാമോട്ടോയെ വധിച്ചതിൻ്റെ ഫുൾ ക്രെഡിറ്റും തനിക്ക് വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാശി. ഫുൾ ക്രെഡിറ്റും തനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് താൻ അതിനെതിരായിട്ട് കേസിന് പോയി എന്നുള്ളതാണ്. എന്നാൽ മോഡേൺ ഹിസ്റ്റോറിയൻസ് പറയുന്നത് റെക്സ് ബാർബർ പറത്തിയ എയർക്രാഫ്റ്റിൽ നിന്നുള്ള വെടിയേറ്റിട്ടാണ് ആ ബോംബർ താഴെ പോയത്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ ശത്രുവായിരുന്ന യാമാമോട്ടോയെ യഥാർത്ഥത്തിൽ വധിച്ചത് ഈ റെക്സ് ബാർബർ തന്നെയാണെന്നാണ് ആധുനിക ഹിസ്റ്റോറിയൻസ് സാക്ഷ്യപ്പെടുത്തുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ജപ്പാനീസ് എയർക്രാഫ്റ്റുകളെ കുറിച്ച് പറയുന്നത് അത് ലൈറ്റ് വെയ്റ്റ് ആണ്, മാത്രമല്ല ലോവർ ഹോഴ്സ് പവർ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘദൂരം ഇതിനെന്ത് ചെയ്യാൻ സാധിക്കും, സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഈ G4M ബോംബറുകളെ കുറിച്ച് പറയുന്നത് അതിനെ വിളിച്ചിരുന്നത് ഫ്ലൈയിങ് സിപ്പോ എന്നാണ് വിളിച്ചത്. ഇന്ധനശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ടാങ്കുകൾ കൊടുത്തിരുന്നു. അപ്പോൾ ധാരാളം ഇന്ധനം അതിൽ നിറക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു തീപ്പരി മതി ഇത് കത്തിപ്പോകാനായിട്ട്. അതായത് ശത്രു സൈന്യത്തിൻ്റെ ചെറിയൊരു വെടിയേറ്റാൽ തന്നെ ഇതെന്ത് ചെയ്യും, ഇത് കത്തിപ്പോകാനായിട്ടുള്ള, ഇത് എക്സ്പ്ലോഡ് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈയിങ് സിപ്പോ എന്നാണ് ശത്രുക്കൾ ജപ്പാനീസ് ബോംബറുകളെ വിളിച്ചിരുന്നത്. അന്ന് ജപ്പാൻ്റെ എംപറർ ആയിരുന്ന വ്യക്തിയാണ് ഹിരോഹിറ്റോ എന്ന് പറയുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ പല രാജ്യങ്ങളും കീഴടങ്ങിയിട്ടും ജപ്പാൻ എന്ത് ചെയ്യില്ല, കീഴടങ്ങാനായിട്ട് കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൈവം എന്ത് ചെയ്യുന്നു, അവർക്ക് പിന്നിലുണ്ടോ എന്നുള്ളത് ധൈര്യമായിരുന്നു. ഹിരോഹിറ്റോനെ അവർ കണ്ടിരുന്നത് ദൈവമായി, അവർ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഹിരോഹിറ്റോ എന്ന് പറയുന്നത്. ജപ്പാനെ ആറ്റം ബോംബിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഹിരോഹിറ്റോ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു പരാജയമാണ് അവിടെ കണ്ടത്. അതുമാത്രമല്ല അദ്ദേഹം പബ്ലിക്കലി അംഗീകരിച്ചതായ ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവമല്ല എന്ന് അദ്ദേഹം തന്നെ തള്ളിപ്പറയുന്നതായിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. പല ജപ്പാൻകാരും അതിൽ പിന്നെ എന്ത് ചെയ്തു, നിരീശ്വരന്മാരായി മാറി എന്നുള്ളതാണ്. പലരുടെയും ദൈവവിശ്വാസം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുവരെ അവർ ദൈവമെന്ന് കരുതിയ ആൾ തന്നെ പറയുകയാണ് ഞാൻ ദൈവമല്ല. ഹിഡേക്കി ടോജോ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു, പല പ്രാവശ്യം ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു പോയി. എന്നാൽ അവസാനം അമേരിക്ക തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അപ്പോഴും ഹിരോഹിറ്റോയെ എന്തുകൊണ്ട് കൊന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷനില്ലാതെ ജപ്പാനെ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ജനവികാരം മാനിച്ചേ മതിയാവും. ജപ്പാനിലെ ജനങ്ങളുടെ മുമ്പിൽ ഹിരോഹിറ്റോ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പോൾ ദൈവത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ വികാരത്തെ എത്ര അധികമായിട്ട് മാറ്റിമറിക്കുമെന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു. ഹിരോഹിറ്റോയെ ജീവിക്കാൻ വിട്ടതിൻ്റെ പിന്നിലുള്ള കാര്യം ഇത് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഹിരോഹിറ്റോയും യാമാമോട്ടോയെ പോലെയും ഹിഡോക്കി ടോജോനെ പോലെയും അമേരിക്ക വകവരുത്തുമായിരുന്നു. പേൾ ഹാർബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട സിനിമകളിലെ ഒരു ഡയലോഗുണ്ട്. ഈ പേൾ ഹാർബർ അറ്റാക്കിന് ശേഷം യാമാമോട്ടോ പറയുന്നതായിരിക്കുന്ന ഒരു ഡയലോഗ്, ഉറങ്ങിക്കിടന്നതായ ഒരു രാക്ഷസനെയാണ് നമ്മളിപ്പോൾ ഉണർത്തിവിട്ടിരിക്കുന്നത്. ഒരു രാക്ഷസൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ അർത്ഥത്തിലും ജപ്പാൻ്റെ മേൽ വന്ന് പതിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഹിരോഷിമയിലും നാഗാസാക്കിയിലുമായിട്ട് ലോകം കണ്ടതാണ് എന്നുള്ളത്.